നമുക്കിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഈ വെണ്ടയ്ക്ക പച്ചടി അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെണ്ടയ്ക്കയുടെ പച്ചപ്പ് നഷ്ടമാകാതെ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതും നല്ല ജീരകവും പച്ചമുളകും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം. മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് പച്ചടി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ പ്രധാന താരം ഇതിൽ തൈരാണ് കേട്ടോ. തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനു ശേഷം നമുക്കിനി കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക വറുത്ത് വെച്ച ആ വെളിച്ചെണ്ണയില്ലേ, അത് തന്നെ എടുത്താൽ മതി. അതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും പൊട്ടിച്ചെടുത്ത് കറി നമുക്ക് താളിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക പച്ചടി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.